ഹായ്, വെൽക്കം ടു ബിന്ദുസ് ഹോം. ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വീശി അടിക്കുന്നൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊറോട്ടയാണ്. ഇതിലേക്കായി ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ആവശ്യമായ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചത്, പിന്നെ കുറച്ച് ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് നല്ലോണം കുഴച്ചെടുക്കുക. ഇനി മാവ് നമുക്ക് വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. എത്രത്തോളം മാവ് കുഴയ്ക്കുന്നോ അത്രത്തോളം പൊറോട്ടയ്ക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇപ്പം മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം ഒരു ഈർപ്പമുള്ള തുണി കൊണ്ട് മൂടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ നേരമായി. ഈ മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബോളുകളായിട്ട് മാറ്റി വയ്ക്കാം. ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പത്തിൽ വേണം ബോളുകളാക്കാൻ. ഇനി ഓരോ ബോളുകളും പരത്തിയെടുക്കാം. കുറച്ച് ഓയിൽ തടവി നന്നായി നേർമയാക്കി പരത്തിയെടുക്കണം. ഇപ്പോൾ നേർമയായി നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ വരഞ്ഞെടുക്കാം. ഇനി ഇത് യോജിപ്പിച്ചെടുത്ത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായി പരത്തി പൊറോട്ട ചുട്ടെടുക്കാൻ തുടങ്ങാം. ഇതുപോലെ ഒരു ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് ചെറുതായി പരത്തിയെടുത്താൽ മതി. ഇനി പൊറോട്ടയുടെ 2 ഭാഗവും ഇതുപോലെ നമുക്ക് ഓയിൽ തൂവി കൊടുക്കാം. പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം ഒരു 3-4 പൊറോട്ട ഒരുമിച്ച് വെച്ച് ഇതുപോലെ നമുക്ക് 2 കൈയും കൂട്ടി അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം.